Watch full episodes on Jio Hotstar. Left, right. Yes, sir. തലമുട്ടി ഞാനാകെ നക്ഷത്രം കാണാൻ തുടങ്ങിയല്ലോ. ഇതെന്റെ 20 കൊല്ലത്തൊരു വലിയ സ്വപ്നമായിരുന്നു. മോട്ടു പത്ലൂന്റെ ട്രാവൽസ് ശരിക്കും വിജയിച്ചിരിക്കുന്നു. താങ്ക് യു ഗസീറ്റാറാം. നിന്റെ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ഐഡിയ നന്നായി ഫലിച്ചു. ആദ്യത്തെ ട്രിപ്പ് തന്നെ ഫുള്ളാ. നമ്മൾ ഇനി എളുപ്പം കോടീശ്വരന്മാരാവാൻ പോവാണ്. അങ്ങനെ കോടിക്കണക്കിന് സമൂസയും കഴിക്കും. അത് കൊള്ളാലോ. നിങ്ങളെല്ലാം ഗസീറ്റെ മാത്രം പൊക്കി പറയുന്നത് എന്താ? ഈ കപ്പൽ ഞാനല്ലേ ഉണ്ടാക്കിയത്. അഥവാ ഞാൻ ഈ കപ്പൽ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ചിങ്കത്തിന്റെ ബൈക്ക് കയറി കടൽ യാത്ര പോവായിരുന്നോ? എന്റെ ബൈക്ക് റോഡിൽ പോലും ശരിക്കും ഓടിക്കാൻ പറ്റുന്നില്ല, എന്നിട്ടാണ് ഈ സമുദ്രത്തിൽ ഓടിക്കാൻ പറ്റുന്ന. അല്ല, സംസാരിച്ചേക്കാൻ സമയമില്ല. പോയി വേഗം ജോലി ശ്രദ്ധിക്കുക. ചിങ്കം സാറേ, നിങ്ങളാണ് സെക്യൂരിറ്റി ഇൻചാർജ്. സെക്യൂരിറ്റി ശരിയാണോ അല്ലേന്ന് ചെക്ക് ചെയ്യണം. മോട്ടോ, നീയാണ് ഡെക്കിന്റെ ഇൻചാർജ്. വേഗം ഡെക്കിലേക്ക് പോ. റൗണ്ട് റൗണ്ട് മേരി ഗോ റൗണ്ട്. ഓയ്, സെക്യൂരിറ്റി ഓഫീസറുടെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ സെക്യൂരിറ്റിയുടെ കാര്യം എന്താവോ? അല്ല, ഇതൊക്കെ എന്താ? മോട്ടോ, നോക്ക് അവരെന്തൊക്കെയാ ചെയ്യുന്നെന്ന്. എന്നിട്ട് നീ അതൊക്കെ കണ്ടിട്ട് ഇവിടെ ഒന്നും മിണ്ടാതെ നിക്ക. ഓ സോറി, ഞാനിപ്പോ വരാം. എന്റെ മോട്ടോ, നീ എന്തായി ചെയ്യുന്നേ? നീയല്ലേ ഇപ്പൊ എന്നോട് പറഞ്ഞത് എല്ലാവരും ഇങ്ങനെ തുണി അലക്കിക്കൊണ്ടിരിക്കുമ്പോ നീ ഇങ്ങനെ മിണ്ടാതിരിക്കുവാണോ എന്ന്? അതുകൊണ്ടാ ഞാൻ തുണി അലക്കാന്ന് വിചാരിച്ചത്. ഇതിനെന്തിനാ നീ ദേഷ്യപ്പെടുന്നത്? ഇത് സ്വിമ്മിംഗ് പൂളാണ്, നീന്താനുള്ള കുളമാണ്, അല്ലാതെ തുണി അലക്കാനല്ല. ഓ സോറി. അതെ, എല്ലാവരും തുണി അലക്കുന്നതൊന്ന് നിർത്തുന്നുണ്ടോ? മോട്ടോനെ രക്ഷിക്കേ. രക്ഷിക്കണേ. ചിങ്കം സാറെ, മോട്ടോനൊന്ന് രക്ഷിക്കേ. വൈഫ് ഹിയർ വെൻ ചിങ്കം ഈസ് ഹിയർ. ഞാനിപ്പോ വരാം. പൊളിച്ചെടുത്തല്ലോ. ഈ ചിങ്കം സാറ് ഷിപ്പിന്റെ വാതില് തകർത്തല്ലോ. ദേ വരുന്ന ഒരു ഷാർക്ക്. എന്റെ മോട്ടോ ഒന്ന് പെട്ടെന്ന് കേറി വാ. ഷാർക്ക് വരുന്നു. മോട്ടിനെ രക്ഷിക്കണേ. ഒന്ന് വേഗം വാ. എനിക്ക് തോന്നുന്നു തിമിംഗലത്തിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാന്നാ. അവന്റെ ആക്രാന്തം കണ്ടില്ലേ? എന്തെങ്കിലും ചെയ്യേ. നന്ദി പത്ലു. ഇന്ന് ഞാൻ അല്ലെങ്കിൽ തിമിംഗലത്തിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയേനെ.
Cheers. ഡോക്ടർ ജഡ്ക, എന്റെ വല്യേട്ടാ, മത്സ്യകന്യക, മത്സ്യകന്യക, കപ്പൽ അങ്ങോട്ട് തിരിക്കേ, അങ്ങോട്ട് തിരിക്കേ. ഏ മത്സ്യകന്യക, 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 മത്സ്യകന്യകേ. രക്ഷിക്കണേ, രക്ഷിക്കണേ. രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. നീ എന്തിനാ പിന്നെയും പിന്നെയും ഷാർക്കിന്റെ വായി ചെന്ന് കേറുന്നേ? വല്യേട്ടാ, അങ്ങോട്ട് നോക്ക്, മത്സ്യകന്യക, മത്സ്യകന്യക. മത്സ്യകന്യക, ഡോക്ടർ ജഡ്ക, നമുക്ക് വേഗം പോവാം. ആദ്യമായിട്ടാണ് ഒരു മത്സ്യകന്യകയെ കാണാൻ നമുക്കൊരു അവസരം കിട്ടുന്നത്. വേഗം. എന്റെ അമ്മോ, ഈ വാതിലിന് എന്തിനാ എന്നോട് മാത്രം ഇത്ര ദേഷ്യം? ഞാനും വരുന്നു. എന്റെ ബ്രോ, മത്സ്യകന്യക എവിടെ? ഏ? ആ മത്സ്യകന്യക അപകടത്തിലാണ്. ഷാർക്ക് അതിനെ തിന്നാൻ പോവാ. ഏയ് ഷാർക്ക്, മര്യാദയ്ക്ക് പോയിക്കോ. ആ മത്സ്യകന്യകനെ തൊട്ടു പോരുത്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ, എംപോസിബിൾ. ഓയ്. ഓടിക്കോ, ഓടിക്കോ. ഡോക്ടർ ചക്ക, നമ്മളിനി എന്താ ചെയ്യാ? മന്ത്രവാദി ഷാർക്കോനി, അതാ നോക്കൂ മനുഷ്യൻ. ആദ്യമായിട്ട് ഇവിടെ ഒരു മനുഷ്യൻ വന്നിരിക്കുന്നു. അവനെ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണമുണ്ടാകും. മത്സ്യകന്യകകളെക്കാളും അവർ ഒരുപാട് ബുദ്ധിയും ശക്തിയുമുള്ളവരാ. എല്ലാ സമുദ്രങ്ങളെയും കൂട്ടി യോജിപ്പിക്കുന്ന തുരങ്ക നിർമ്മാണത്തിൽ നമ്മളെ ഇവർ സഹായിക്കും. അത് നമുക്ക് ഗുണം ചെയ്യും. നീ സത്യമാണ് പറഞ്ഞത്. എല്ലാ സമുദ്രങ്ങളെയും ഒരുമിച്ച് ബന്ധിപ്പിക്കാൻ അവർ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് അവരെ ഇങ്ങോട്ട് വരുത്തണം. അക്കടി ബക്കടി മാന്ത്രിക വടിയെ, മാന്ത്രിക നീ കാട്ട്, ആ കപ്പലിനെ ഇവിടെ എത്തിക്ക്.
തെരേന്ന് ഷിപ്പിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യം നമുക്ക് യാത്രക്കാരെ എങ്ങനെയെങ്കിലും സുരക്ഷിതരാക്കണം, എന്നിട്ട് നമ്മുടെ കാര്യം ആലോചിക്കാം. ലൈഫ് ബോട്ടിൽ കയറ്റി എല്ലാവരും ഇവിടുത്തെ പുറത്തെത്തിക്കൂ. എന്റെ അമ്മോ, ഈ കൊടുങ്കാറ്റിൽ ബോട്ട് തകർന്നു പോയല്ലോ. മോട്ടോ എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യ, ഷിപ്പ് മുങ്ങാൻ പോവാണ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പറ്റില്ല നിനക്ക്. നീ തന്നെ ആലോചിക്കേ. ഐഡിയ, ലൈഫ് ബോട്ട് എടുത്ത് ഷിപ്പിൽ നിന്നും കുറെ ദൂരത്തേക്ക് പോയ എല്ലാവരും രക്ഷപ്പെടും. മോട്ടോ, നീ വേഗം ഗ്യാസ് സിലിണ്ടർ എടുത്തോണ്ട് വാ. ചെല്ല്, നിങ്ങൾ പോയി ലൈഫ് ബോട്ടിൽ ആൾക്കാരെ കേറ്റ്. അത് നന്നായി പിടിച്ച് കെട്ടിക്ക, വിടരുത്. മോട്ടോ, നീ പോയി ചവിട്ടെ പെട്ടെന്ന്. നീ ആരെയായി ചവിട്ടാൻ പറയുന്നേ? ഒക്കെ നമ്മുടെ ആൾക്കാരല്ലേ. എന്റെ മോട്ടോ സിലിണ്ടറിന്റെ പിന്നിൽ ചവിട്ടാനാ പറഞ്ഞ്. അവരിപ്പോ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയല്ലോ. എന്തിനൊന്നും ചെയ്യണം, അല്ലെങ്കിൽ ഷിപ്പ് തകർന്നു പോകും. ഓ എന്റെ കൂട്ടുകാരെ, ക്യാപ്റ്റൻ ഷിപ്പിൽ നിന്ന് താഴെ ഇറങ്ങാൻ പാടില്ല. ശരി കൂട്ടുകാരെ, നിങ്ങൾ രക്ഷപ്പെട്ടോളൂ, ഞാൻ സിലിണ്ടറിൽ തൊഴിക്കാം. ഡോക്ടർ ജഡ്ക, എന്റെ വലിയേട്ടാ, ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ ഇട്ടേച്ച് പോവില്ല. നിങ്ങൾ പോ. ഓ വേണ്ട മോട്ടു, ഒരു നല്ല ക്യാപ്റ്റൻ ഒരിക്കലും തന്റെ ഷിപ്പ് വിട്ട് താഴെ ഇറങ്ങാൻ പാടില്ല. നമുക്ക് പിന്നീട് കാണാം. ഒരു നല്ല സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ വിട്ടിട്ട് ഒരിക്കലും പോകില്ല. എന്റെ അമ്മോ, ഡോക്ടർ ജഡ്ക, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ആ കമ്പി വേഗം ഒന്ന് വിടൂ. വിടു 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 വിടൂ. കൊള്ളാലോ, നമ്മള് സമുദ്രത്തിനടിയിൽ എത്തിയിട്ടും നമുക്ക് ചുറ്റും വെള്ളമൊന്നും കാണുന്നില്ലല്ലോ. നമ്മൾ ഏതോ എയർ ബബിളിനുള്ളിലാണ് കൂട്ടുകാരെ. എല്ലാവരും നിശബ്ദരായി നിൽക്ക്. നിങ്ങളുടെ മുന്നിൽ ഇതാ വരാൻ പോവുകയാണ് മന്ത്രവാദി ഷാർഖാനെ. ഇതാ എത്തി. ഇത് സ്വപ്നമാണ്, ഇത് സ്വപ്നമാണ്. പൊളിച്ചെടുത്തല്ലോ, ഇതേതായി ജീവി? ഏയ്, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ നിങ്ങളോടൊപ്പം ഇല്ലേ? ഷാർക്കോണിയുടെ കയ്യിൽ നിന്ന്, മാന്ത്രികവടിയുടെ ശക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. മന്ത്രവാദി ഷാർക്കോനിയുടെ മാന്ത്രിക ലോകത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം.
നിങ്ങൾ ഇന്നു മുതൽ ഞങ്ങളുടെ ലീഡർ, ഞങ്ങളുടെ ബോസ് ഷാർക്കാലിന്റെ അടിമകളാണ്. നിങ്ങളെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. പിന്നെ ഞാനാണ് ജിങ്കു. നിങ്ങൾക്ക് ഈ മാന്ത്രിക ഉടുപ്പുള്ളതിനാൽ നിങ്ങൾക്ക് വെള്ളത്തിൽ ശ്വാസമെടുക്കാൻ കഴിയും. ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചാലുണ്ടല്ലോ, നിങ്ങളുടെ ഉടുപ്പിൽ ഈ കാണുന്ന ഈ ഷാർക്കിന്റെ രൂപം ചെറുതായി വരും. അത് ചെറുതായി ഇല്ലാതായാൽ നിങ്ങൾക്ക് വെള്ളത്തിൽ ശ്വാസമെടുക്കാൻ പറ്റാതാകും. അങ്ങനെ നിങ്ങളുടെ കഥയും കഴിയും. ഇതാണ് എന്റെ മന്ത്രത്തിന്റെ ശക്തി. സാധാരണ ഒരു മനുഷ്യന് ഞങ്ങളെ പോലെ വെള്ളത്തിനടിയിൽ ശ്വാസമെടുക്കാൻ കഴിയും, സംസാരിക്കാനും കഴിയും. എന്റെ കൂടെ വരൂ. ഞങ്ങൾ അങ്ങോട്ടും പോകുന്നില്ല. മൈ നെയിം ഇസ് ഇൻസ്പെക്ടർ ചിങ്കം. മര്യാദക്ക് എന്റെ മുമ്പിൽ കീഴടങ്ങുന്നതാ നല്ലത്. അല്ലെങ്കിൽ ആക്രമിക്കുവന്. അറ്റാക്ക്! ഞങ്ങൾ ആരുടെയും അടിമയാവില്ല. സോറി വല്ലേട്ടാ, സോറി. ഈ തേങ്ങകളോടൊന്ന് തിരിച്ചു പോവാൻ പറ. ഇനിയും ഇതുപോലത്തെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക, മനസ്സിലായ? എനിക്ക് അനുസരണക്കേട് ഇഷ്ടമല്ല. അടിമകൾ അടിമകളെ പോലെ ആയിരിക്കണം. പത്തിലോ നമുക്ക് ശരിക്കും വെള്ളത്തിനടിയിൽ നിന്ന് ശ്വാസം വിടാൻ പറ്റുന്നുണ്ടല്ലോ, സംസാരിക്കാനും പറ്റുന്നു. ഷാർക്കാൽ പിന്നെ അദ്ദേഹത്തിന്റെ പത്നി ഷാരുണയും എഴുന്നള്ളുന്നേ. പ്ലീസ് സ്റ്റാൻഡ്. ബോസ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സമ്മാനം നൽകാൻ വന്നതാണ്. കമോൺ ഷാർക്കോണി, നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? നോ ബോസ്, നോ സാർ, ജസ്റ്റ് കോൾ മീ ഷാർക്കാൽ. ബോസി, സ്മൈൽ പ്ലീസ്. ആ, ഇതാണ് അങ്ങയുടെ മഹത്വം. അങ്ങ് ഞങ്ങളെ എല്ലാവരും അങ്ങേക്ക് തുല്യനായി കാണുന്നു. പക്ഷെ ഞങ്ങൾക്കതെങ്ങനെ മറക്കാൻ പറ്റും? അങ്ങ് ഞങ്ങളുടെ മാത്രം നേതാവല്ല, ഈ ലോകത്തിലെ എല്ലാ സമുദ്രത്തിലുള്ള ജീവജാലങ്ങളുടെയും നേതാവാകാൻ പോകുന്നയാളാണ്. അത് കൊള്ളാം. എന്റെ ഈ സ്വപ്നം എത്രയും വേഗം സഫലമാകാൻ പോവുകയാണ്. അതെ, സഫലമാകും ഷാർക്കാൽ, തീർച്ചയായിട്ടും സഫലമാകും. തുരങ്കത്തിന്റെ പണി വളരെ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. മധ്യസമുദ്രത്തിൽ നിന്നും പശ്ചിമ സമുദ്രത്തിലേക്ക് നമ്മൾ കുറച്ച് ദിവസത്തിനുള്ളിൽ എത്തിച്ചേരും. Watch India's largest kids library only on Jio Hotstar. Download the app now.